നമസ്കാരം. ജനമുഖം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ 2 മുതൽ 8 വരെ 1899 ഇടവം 19 മുതൽ 25 വരെയുള്ള വാരഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചെന്നിട്ടുള്ള മേടക്കൂറ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ദുരിതങ്ങളെ മാറ്റുവാൻ ഭഗവതി ക്ഷേത്രത്തിൽ വിളക്ക്, മാല, പുഷ്പാഞ്ജലി എന്നിവ നടത്തുക നന്നായിരിക്കും. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ 1, 2 പാദങ്ങളും ചെന്നിട്ട് ഇടവക്കൂറ്. ചെലവ് വർദ്ധിക്കും. കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂട്ടുകാരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതൃതുല്യരായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശിവക്ഷേത്രത്തിൽ ജലധാര, നിവേദ്യം, ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് തുടങ്ങിയവ നടത്തേണ്ടതാണ്. മകേരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചെന്നിട്ടുള്ള മിഥുനക്കൂറ്. തൊഴിൽപരമായ ചില പ്രശ്നങ്ങളുണ്ടാകാം. നിരവധി യാത്രകളുണ്ടാകും. വിഷമങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള മാർഗം തെളിയും. കോടതി വ്യവഹാരങ്ങളുണ്ടാകും. അതുവഴി ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മഹാവിഷ്ണുവിന് അർച്ചനയും ദേവിക്ക് ഭാഗ്യസൂക്തം പോലുള്ള വഴിപാടുകളും നടത്തുക. പുണർത്തിൻ്റെ 4-ാം പാദവും പൂയോ ആയില്യം ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കണം. ധനപരമായി നേട്ടമുണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട്. ആഡംബരങ്ങൾക്കായി ധനം ചെലവഴിക്കുകയും ചെയ്യും. ധർമ്മശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും നടത്തുക. ദേവിക്ക് പുഷ്പാഞ്ജലിയും നടത്തുക. മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം ചെന്നിട്ടുള്ള ചിങ്ങക്കൂറ്. മനസ്വസ്ഥത കുറയും. തൊഴിലിൽ ഉന്നതി ഉണ്ടാകും. കുടുംബകാര്യങ്ങളിലുള്ള അശ്രദ്ധ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം. മാതൃജനങ്ങൾക്ക് അസ്വസ്ഥതകളുണ്ടാകും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഗണപതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും നാഗരാജ പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും നടത്തിയാൽ നന്നായിരിക്കും. ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള കന്നിക്കൂർ. ശരീരസുഖം കുറയും. മുൻകോപം നിയന്ത്രിക്കണം. ജീവിത രീതി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. സന്താനങ്ങൾ വഴി ദുഃഖമുണ്ടാകും. മാനസികമായി അസ്വസ്ഥത അനുഭവപ്പെടും. ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്തുക, നവഗ്രഹ പൂജ എന്നിവ നടത്തിയാൽ നന്നായിരിക്കും. ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള പാദങ്ങളും ചെന്നിട്ടുള്ള തുലാക്കൂറ്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബസുഖം കുറയും. യാത്രകൾ വഴി ദുരിതമുണ്ടാകും. വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകാം. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ വഴി ധനനഷ്ടമുണ്ടാവുകയും ചെയ്യും. ശനീശ്വര പൂജ നടത്തുകയും ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്താൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. ധനപരമായി ഉയർച്ച ഉണ്ടാകും. തൊഴിൽ പുരോഗതിയോ പുതിയ ജോലിയോ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. നഷ്ടപ്പെട്ട പ്രശസ്തി വീണ്ടെടുക്കുവാൻ സാധിക്കും. സർപ്പപ്രീതി വരുത്തുകയും ശാസ്താവിന് നീലശംഖ് പുഷ്പം കൊണ്ടുള്ള മാല ചാർത്തുകയും ചെയ്താൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1-ാം പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂറ്. ശരീരസുഖം കുറയും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിയന്ത്രിക്കണം. ചെലവ് വർദ്ധിക്കും. അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. യോജിക്കാത്തവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറുകയും ചെയ്യും. മഹാവിഷ്ണുവിന് സഹസ്രനാമാർച്ചനയും ഭഗവതിക്ക് പായസം നടത്തുകയും ചെയ്താലുണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദവും ചേർന്നിട്ടുള്ള മകരക്കൂറ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കും. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കണം. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ഗൃഹം മാറാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അയ്യപ്പസ്വാമിക്ക് കടുംപായസം നടത്തുക. ദുർഗയ്ക്ക് ശ്രീസൂക്തം കൊണ്ട് അർച്ചന നടത്തുക. ത്രിമധുര നിവേദ്യം നടത്തുക തുടങ്ങിയവ ചെയ്താൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള കുംഭക്കൂറ്. സംസാരം ശ്രദ്ധിക്കണം. ആഡംബരങ്ങൾ വർദ്ധിക്കും. എതിരാളികളെ നേരിടാൻ കഴിയും. ഭക്ഷണം മുഖേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുഭയം, കലഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ശനീശ്വര പ്രീതി വരുത്തുക. സർപ്പപ്രീതി വരുത്തുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. പൂരുട്ടാതിയുടെ 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. മനസ്സിന് സുഖം തോന്നാത്ത വാർത്തകൾ കേൾക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിരഹ ദുഃഖം ഉണ്ടാകും. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കും. സഹോദരങ്ങളുടെ സഹായം ആവശ്യമായി വരും.
ദുരിതങ്ങളെ പരിഹരിക്കുവാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക, പായസ നിവേദ്യം നടത്തുക, നാഗരാജ ക്ഷേത്രത്തിൽ മഞ്ഞപ്പൊടി സമർപ്പിക്കുക, 100 പാലം നടത്തുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ നന്നായിരിക്കും. ഓരോ മതവിശ്വാസികളും അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ല ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.